നമസ്തേ ഓൾ, വെൽക്കം ടു CC ഇഗ്നൈറ്റ്. എൻ്റെ പേര് ശ്രീകുമാർ ഗോപിനാഥൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യോഗ TTC കോഴ്സ് എങ്ങനെ സ്ട്രെസ് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്ട്രെസ്സ് ഇന്നത്തെ ഈ ഒരു മോഡേൺ ലൈഫിൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒന്നാവും അല്ലേ. അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം തന്നെ യോഗയിലൂടെ നമുക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ കഴിയും. ശരിക്കും ചിത്തവൃത്തി നിരോധക യോഗ എന്ന് പറഞ്ഞാൽ യോഗ തന്നെ മൈൻഡ് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പല പല ചിന്തകളുണ്ടാവാം. ഈ ചിന്തകൾ ഉണ്ടാകാനുള്ള കാരണം, പല വ്യത്യസ്തമായ ചിന്തകൾ ഉണ്ടാകാനുള്ളത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പോസിറ്റീവെന്നും നെഗറ്റീവെന്നും ആയിട്ടുള്ള പല രീതിക്കുള്ള ഇമോഷൻസും ഉണ്ടാവാം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ യോഗ നമ്മൾ അഭ്യസിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പ്രാണായാമം പോലുള്ള ശ്വാസക്രമങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു തോട്ട് പ്രോസസ്സിന് നമുക്ക് ഒന്ന് അവെയർ ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴാണോ നമ്മൾ ഈ തോട്ട് പ്രോസസ്സിന് അവെയർ ആവുന്നത്, അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് പല രീതിക്കുള്ള പ്രാണായാമ ക്രിയകളുണ്ട്. ചന്ദ്രബേരി പ്രാണായാമം എന്ന് പറയുന്ന പ്രാണായാമമുണ്ട്. അപ്പോൾ ചന്ദ്രബേരി നമ്മുടെ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രാണായാമ ക്രിയ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നമ്മുടെ റെസ്റ്റ്, ബോഡിയുടെ ആ ഒരു റെസ്റ്റ് മൂഡിലേക്ക് നമ്മൾ പോയി നമുക്ക് അതനുസരിച്ച് ബോഡിയെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്കറിയാം ആസനങ്ങൾ. നമ്മളൊരു സ്ട്രെസ്സ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സ്റ്റിഫ്നെസ് പോലുള്ള സംഭവങ്ങളുണ്ട്, സ്റ്റിഫ്നെസ് ഉണ്ടാവും. പിന്നെ ബോഡിയെ നമ്മളൊന്ന് സ്ട്രെങ്തൻ ആക്കുന്ന സമയത്ത് നമ്മുടെ അവയർനെസ്, ചിന്തകൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നമ്മളിലേക്ക് കോൺസെൻട്രേറ്റഡ് ആവും. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സ്ട്രെസ് ഫുള്ളായിട്ടുള്ള ചിന്തകളിൽ നിന്ന് മാറി നമുക്ക് പോകാൻ പറ്റും. പിന്നെ നമുക്കതുപോലെ മറ്റ് പല ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ ഗോഡ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, ഡിവോട്ട് ചെയ്തുകൊണ്ട്, അതിനെ അർപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിന്, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ആ രീതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പ്രതിപക്ഷ ഭാവന എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പ്രതിപക്ഷ ഭാവന ഇപ്പോൾ മോഡേൺ സൈക്കോളജിയിൽ തന്നെ നമുക്ക് പറയാം കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയാം. നമുക്കൊരു പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്സ് നമ്മളെ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മളതിൽ കോൺഷ്യസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിക്ക് യോഗ അടിസ്ഥാനപരമായിട്ട് മൈൻഡ് മാനേജ്മെൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിലുള്ള യോഗ തന്നെ. കാരണം എപ്പോഴും ഓർക്കുക, യോഗ ചിത്തവൃത്തി നിരോധ. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ്, ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ആളുകളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു നോളജ് എടുക്കുകയാണ് നമ്മൾ യോഗ TTC എന്ന കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആർജിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സെൽഫായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ സെൽഫായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളും ഒരു യോഗ ആസ്പിരൻ്റ് അല്ലെങ്കിൽ ഒരു യോഗ ടീച്ചർ എന്ന രീതിക്ക് നമുക്കും അതുപോലെ നമ്മുടെ മൈൻഡിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമൂലം നമുക്ക് ഈ യോഗ TTCയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കോഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഒരു ബേസിക്സ് നമുക്ക് മനസ്സിലാവുകയും അതിലൂടെ നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള യോഗയുടെ ഈ ഒരു ബേസിക് ഫിലോസഫീസ് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഒരു മൈൻഡിനെ നമുക്ക് മാനേജ് ചെയ്യാം. അതുപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ് നമുക്ക് സാധ്യമാവും. നിങ്ങൾ മനസ്സിലാക്കിയ ഈ കാര്യം മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിലും ഒരു വലിയ മാറ്റം ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിൽ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് യോഗ TTC പഠിക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കണക്ട് ചെയ്യുക. 9544455225. താങ്ക് യു.